നെക്സ്റ്റ് നമുക്കൊരു ടേബിളിലെ ഫസ്റ്റ് ഏറ്റവും മുകളിലെ റെക്കോർഡ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യം സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുക്കുക. സോ നമ്മൾ സ്റ്റുഡൻറ്റിലെ എല്ലാ കോളമും നമ്മളിപ്പോൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഓർഡർ ബൈ എന്ന് പറയുന്ന കീവേഡ് ഓർഡർ ബൈ നമുക്ക് സ്റ്റുഡൻറ്റ് ഐ ഡി കൊടുക്കാം. സ്റ്റുഡൻറ്റ് ഐ ഡി ഓർഡർ ബൈ സ്റ്റുഡൻറ്റ് ഐ ഡി. ഓക്കെ, സ്റ്റുഡൻറ്റ് ഐ ഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും മുകളിലേതാണ് നമുക്ക് വേണ്ടത്. അതിനുശേഷം നമുക്ക് ലിമിറ്റ് 1 എന്ന് കൊടുക്കുക. ഓർഡർ ബൈ സ്റ്റുഡൻറ്റ് ഐ ഡി കൊടുത്തതിന് ശേഷം ലിമിറ്റ് 1 സ്റ്റുഡൻറ്റ് ഐ ഡി കൊടുത്തതിന് ശേഷം നമുക്ക് മുകളിലെ ആദ്യത്തെ റെക്കോർഡാണ് വേണ്ടതെങ്കിൽ നമ്മൾ ASC അസെൻഡിങ് ഓർഡർ എന്ന് കൊടുക്കുക. ഓക്കെ, സോ നമ്മൾ ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലെ അഖിൽ എന്ന് പറയുന്ന S1 എന്ന് പറയുന്ന റെക്കോർഡ് നമുക്ക് ലഭിക്കും. ഇനി അവസാനത്തതാണ് വേണ്ടതെങ്കിൽ നമുക്ക് നമ്മൾ ASCക്ക് പകരമായി നമ്മൾ DESC അഥവാ ഡിസെൻഡിങ് എന്ന് കൊടുക്കുക. DESC ഡിസെൻഡിങ് എന്ന് കൊടുത്ത് ലിമിറ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ റെക്കോർഡ് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് അവസാനത്തെ 2 റെക്കോർഡാണ് ലഭിക്കുന്നതെങ്കിൽ ഈ ലിമിറ്റിൻ്റെ വാല്യൂ ഇവിടെ നമ്മൾ 2 ആയി കൊടുത്തു കഴിഞ്ഞാൽ അവസാനത്തെ 2 റെക്കോർഡ് നമുക്കിതുപോലെ ലഭിക്കുന്നതായിരിക്കും. S9 S8 ഇതുപോലെ നമുക്ക് അവസാനത്തെ 2 റെക്കോർഡ് ലഭിക്കുന്നതായിരിക്കും. ഇത് ഡിസെൻഡിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നമ്മളിതിവിടെ നമ്മൾ ഇതിന് പകരമായി അസെൻഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ASC കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 2 റെക്കോർഡ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 2 റെക്കോർഡ് നമുക്ക് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ഒരു റെക്കോർഡിലെ അവസാനത്തെയും ആദ്യത്തെയും റെക്കോർഡ് ഈ ഒരു ഓർഡർ ബൈ ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും.